മോളെന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? എന്തു പറ്റി മോളെ? നീ ഓക്കെ അല്ലേ? മുഖം ആകെ വല്ലാതിരിക്കുന്നല്ലോ. അത് കലേമ, ഞാൻ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ അറിഞ്ഞു. എനിക്കതൊന്നും വിശ്വസിക്കണോ വേണ്ടിയെന്ന് ഇപ്പോഴും പിടികിട്ടുന്നില്ല. എന്ത് കാര്യം? നീ കാര്യം എന്താന്ന് വെച്ചാ പറ മോളെ. ഇത് നമ്മുടെ വിവേകിന്റെ അമ്മയല്ലേ? അതെ. ഇവിടെ ഞാൻ താമസിക്കുന്നത് എന്റെ മകനോടൊപ്പമാണ് ഗൈസ്. പക്ഷേ അവനെ ഇപ്പൊ പരിചയപ്പെടുത്താൻ യാതൊരു നിർവാഹവും ഇല്ല. അവൻ രാവിലെ തന്നെ അവന്റെ പതിവ് ചുറ്റിക്കളികളുമായി ഇറങ്ങിയതാ. അവര് മോനെ കുറിച്ച് പറഞ്ഞത് കേട്ടില്ലേ? പക്ഷെ ഇങ്ങനൊരമ്മ മോനെ കുറിച്ച്, ഒരമ്മ തന്നെ സ്വന്തം മോനെ കുറിച്ച് പറയണമെങ്കിൽ അതല്ലേ ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യം. അവര് പറഞ്ഞത് നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ കണ്ട കാഴ്ചകളൊക്കെ സത്യം തന്നെയല്ലേ? ആ ചുറ്റിക്കളികൾ എന്താണെന്ന് തൽക്കാലം ഞാനിപ്പോ പറയുന്നില്ല. 4 നിലയുള്ള കൊട്ടാരം പോലത്തെ വീട്, ഓരോ നിലയിൽ ഓരോരുത്തര് താമസം, ലിഫ്റ്റ്, എന്തൊക്കെയാ തള്ളി മറിച്ചത്. അപ്പോഴേ എനിക്ക് തോന്നിയതാ ഇതിലെന്തോ കുഴപ്പമുണ്ടെന്ന്. കുഴപ്പം വേറെ ഒന്നുമല്ല കലേമേ, കുടുംബത്തോടെ ഫ്രോഡുകളാ, അത്ര തന്നെ. അങ്ങനെ ഈ കല്യാണം മുടക്കാനുള്ള വകുപ്പ് ഒത്തുകിട്ടി. എന്താ കലേമേ നമ്മളിപ്പോ ചെയ്യാ? എന്റെ മക്കളുടെ ജീവിതം വെച്ച് കളിക്കാൻ ഞാൻ ഒരുത്തനെ ഒരു കാലത്തും സമ്മതിക്കാൻ പോകുന്നില്ല. നീ വന്നേ, ഇതിപ്പോ തന്നെ പൊളിച്ചടുക്കിയിട്ട് ബാക്കി കാര്യം. കലേമേ ഒരു മിനിറ്റ് ഒന്ന്. ഇപ്പൊ അവിടെ ചെന്ന് ഇക്കാര്യം പറഞ്ഞ് എല്ലാവരുടെ മുമ്പിൽ ഒരു ഇഷ്യൂ ആക്കണ്ട. പിന്നെ എപ്പോ പറയാനാ? അവനുമായിട്ട് അനക്കയുടെ കല്യാണം കഴിഞ്ഞിട്ടോ? അങ്ങനെയല്ല, വന്നവരൊക്കെ പോയി കഴിഞ്ഞ് സമാധാനമായിട്ട് നമുക്ക് അമൃതച്ചോട് ഈ കാര്യം പറഞ്ഞാ പോരെ? ഇത് കണ്ടിട്ട് എനിക്ക് എന്റെ ചോര തിളക്കിയ. അമ്മയുടെ മനസ്സ് നിനക്ക് മനസ്സിലാവില്ല. എന്റെ മനസ്സിൽ നിങ്ങൾ 5 പേരുടെ നന്മ മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി ഏതറ്റം വരെ ഞാൻ പോകും. നീ വന്നേ. ഒരു മാസത്തിനുള്ളിൽ എൻഗേജ്മെന്റ് നടത്താം. പ്ലാൻ ചെയ്തതുപോലെ 3 മാസത്തിനുള്ളിൽ കല്യാണം നടത്താം. വീട് കാണാൻ ഇവിടുന്ന് എല്ലാരും കൂടി അങ്ങോട്ട് വരും. അയ്യോ, അങ്ങനെയാണെങ്കിലേ നിങ്ങൾ വരണ ദിവസം നേരത്തെ അറിയിക്കണം. എനിക്ക് ചിലപ്പോ ഡേറ്റ് ഇല്ലെങ്കിലോ? അതെന്താ അങ്ങനെ? അതെ, ഇവിടെ വുമൻസ് ക്ലബിന്റെ ഭാരവാഹിയാണ്. എല്ലാ ദിവസവും ഓരോരോ പ്രോഗ്രാംസാ. അത് കാരണം അന്ന് ഡേറ്റ് ഉണ്ടാവുമെന്നാണ് ഇവിടെ പറഞ്ഞത്. യെസ് യെസ്, എക്സാക്ട്ലി. എടാ വിവേകേ, എന്റെ മോളെ ചതിക്കാനേ ഞാൻ നിന്നെ നിന്റെ കുടുംബത്തെ സമ്മതിക്കില്ല. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.